എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 8ാം പഞ്ചവത്സര പദ്ധതി വർഷം 1992 മുതൽ 97 വരെ. വർഷം ഏതാണ്? 1992 മുതൽ 97 വരെ. 8ാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെ. എന്തായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം? അടിസ്ഥാന ലക്ഷ്യം മാനവശേഷി വികസനം ആയിരുന്നു. മാനവശേഷി വികസനം അടിസ്ഥാന ലക്ഷ്യമായുള്ള പദ്ധതിയാണ് 8ാം പദ്ധതി. 8ാം പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് മാനവശേഷി വികസനം ആയിരുന്നു. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം 8ാം പദ്ധതിയുടെ പ്രത്യേകതയായിരുന്നു. മറ്റൊരു പ്രത്യേകത എന്താണ്? വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം 8ാം പദ്ധതിയുടെ പ്രത്യേകതയായിരുന്നു. മാനവശേഷി വികസനമാണ് അടിസ്ഥാന ലക്ഷ്യം. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം 8ാം പദ്ധതിയുടെ പ്രത്യേകതയായിരുന്നു. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്താണ്? ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങളും ടെക്നോളജികളും വ്യവസായങ്ങളിൽ ഉപയോഗിക്കുക. അതിനാണ് നമ്മൾ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 8ാം പദ്ധതിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. ജനസംഖ്യാ വർധന നിയന്ത്രിക്കൽ, ദാരിദ്ര്യം കുറയ്ക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവയും ഇതിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. മറ്റു ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു ലക്ഷ്യങ്ങൾ? ജനസംഖ്യാ വർധന നിയന്ത്രിക്കൽ, ദാരിദ്ര്യം കുറയ്ക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവയും 8ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. ഒന്നുകൂടി: ജനസംഖ്യാ വർധന നിയന്ത്രിക്കൽ, ദാരിദ്ര്യം കുറയ്ക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവയും 8ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായതെന്നാണ് 1995 ജനുവരി 1 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക അംഗമാണ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക അംഗമാണ്. എന്നാണ് അംഗമായിട്ടുള്ളത്? 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. അടുത്ത പോയിന്റ്: രാജ്യത്തെ 1 ദശലക്ഷം അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിത യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 1993 ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, PMRY. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ച വർഷം 1993. 8ാം പദ്ധതി കാലത്ത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയുടെ ലക്ഷ്യം എന്താണ്? രാജ്യത്തെ 1 ദശലക്ഷം അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിത യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുക. 1 ദശലക്ഷത്തോളം വരുന്ന വിദ്യാഭ്യാസമുള്ള തൊഴിലില്ലാത്ത യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന PMRY ആരംഭിച്ചത്. ഏതു വർഷമാണ്? 1993. രാജ്യത്തെ 1 ദശലക്ഷം അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിത യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 1993 ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന PMRY. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1992 മുതൽ 97 വരെ. അടിസ്ഥാന ലക്ഷ്യം എന്താണ്? മാനവശേഷി വികസനമാണ് അടിസ്ഥാന ലക്ഷ്യം. അതുപോലെ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം 8ാം പദ്ധതിയുടെ പ്രത്യേകതയായിരുന്നു. മറ്റു ലക്ഷ്യങ്ങൾ: ജനസംഖ്യാ വർധന നിയന്ത്രിക്കൽ, ദാരിദ്ര്യം കുറയ്ക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവയായിരുന്നു. ഇനി ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക അംഗമാണ്. രാജ്യത്തെ 1 ദശലക്ഷം അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിത യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 1993 ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന PMRY. അടുത്തത് 1992 മുംബൈ ആസ്ഥാനമായി സ്ഥാപിതമായതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, NSE. 1992 മുംബൈ ആസ്ഥാനമായിട്ട് സ്ഥാപിതമായതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1992. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. 3 ചോദ്യങ്ങൾ കിട്ടിയല്ലോ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1992. 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആസ്ഥാനം മുംബൈ. ഇനി അടുത്ത വർഷം 1993 ഏപ്രിൽ 24
ഭരണഘടനാ പദവിയോടെ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. 1993 ഏപ്രിൽ 24 ഭരണഘടനാ പദവിയോടെ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നതെന്ന് 1993 ഏപ്രിൽ 24. അടുത്തത് ഊർജത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് 8ാം പദ്ധതി. ഊർജത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി കൂടിയാണ് 8ാം പദ്ധതി. പദ്ധതി ചെലവിന്റെ 26.6% ഊർജത്തിനായി നീക്കിവച്ചിരുന്നു. പദ്ധതി ചെലവിന്റെ 26.6% എന്തിനു വേണ്ടി നീക്കിവച്ചിരുന്നു? ഊർജത്തിനായിട്ട് നീക്കിവച്ചിരുന്നു. 8ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%. 8ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? 5.6%. 8ാം പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 6.8%. 8ാം പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 6.8%. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%. കൈവരിച്ചത് 6.8%. 1992 മുംബൈ ആസ്ഥാനമായി സ്ഥാപിതമായതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. 1993 ഏപ്രിൽ 24 ഭരണഘടനാ പദവിയോടെ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. ഊർജത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് 8ാം പദ്ധതി. പദ്ധതി ചെലവിന്റെ 26.6% ഊർജത്തിനായി നീക്കിവച്ചിരുന്നു. 8ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%. കൈവരിച്ച വളർച്ചാ നിരക്ക് 6.8%. ഒന്നുകൂടി നോക്കാം. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1992 മുതൽ 97 വരെ. അടിസ്ഥാന ലക്ഷ്യം മാനവശേഷി വികസനം, അതുപോലെ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം ഈ പദ്ധതിയുടെ പ്രത്യേകതയായിരുന്നു. മറ്റു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ജനസംഖ്യ വർധന നിയന്ത്രിക്കൽ, ദാരിദ്ര്യം കുറയ്ക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവ. ഇനി ഇന്ത്യ ലോക വ്യാപാര സംഘടന അംഗമായത് 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക അംഗമാണ്. അടുത്തത് PMRY പ്രധാനമന്ത്രി റോസ്ഗാർ യോജന 1993 ആരംഭിച്ചത്. രാജ്യത്തെ 1 ദശലക്ഷം അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിത യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് PMRY ആരംഭിച്ചത്. 1992 മുംബൈ ആസ്ഥാനമായിട്ട് സ്ഥാപിതമായതാണ് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയിൽ ഭരണഘടനാ പദവിയോടെ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ഊർജത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് 8ാം പദ്ധതി. പദ്ധതി ചെലവിന്റെ 26.6% ഊർജത്തിനു വേണ്ടി നീക്കിവച്ചിരുന്നു. 8ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%. കൈവരിച്ച വളർച്ചാ നിരക്ക് 6.8%. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.